അപ്പോൾ ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ലിമിറ്റിൽ നിന്ന് എന്തായാലും ഒരു 3-4 ലിമിറ്റും കണ്ടിന്യൂറ്റിയും കൂടെ ചേർന്ന് ഒരു 3-4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും കീമിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം, സാധാരണ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകണം. നിങ്ങൾ സാധാരണ +1 പഠിച്ച ലിമിറ്റ്സ് അല്ലാതെ അഡീഷണൽ ആയിട്ട് 1-2 ഫോമുലയും കൂടെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നോക്കാം എന്താണ് ലിമിറ്റ് എന്നുള്ളത്. അറിയാലോ എല്ലാവർക്കും. ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആസ് എക്സ് ടെൻസ് ടു എ, എഫ് ഓഫ് എക്സ് ടെൻസ് ടു എൽ, ദെൻ എൽ ഇത് എൽ ആണ് കേട്ടോ. ദെൻ എൽ ഇസ് കോൾഡ് ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ. എല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് വി വിൽ റൈറ്റ് ഇറ്റ് ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് നമ്മൾ എഴുതും. അതായത് ഇപ്പോൾ എക്സിന്റെ വാല്യൂ എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, എക്സിന്റെ വാല്യൂ എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും എൽ ആണ് എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x+2 എന്ന് വിചാരിക്കും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എക്സിന്റെ വാല്യൂ 2ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഇത് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സിന് പകരം ഈ ഫംഗ്ഷനിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ഫംഗ്ഷനോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, 3x+2 കൊടുക്കും. എക്സിന് പകരം 2 കൊടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതും. 3 × 2 + 2 ദാറ്റ് ഇസ് 6+2 ദാറ്റ് ഇസ് ഈക്വൽ ടു 8 എന്ന് നമുക്ക് എഴുതാം അല്ലേ. സിമ്പിൾ ആയിട്ടുള്ള ലിമിറ്റ്, ഡയറക്റ്റ് ആയിട്ടുള്ള ലിമിറ്റ്. പക്ഷേ ഈ ഒരു ഡയറക്റ്റ് ലിമിറ്റ് ഒന്നും ആയിരിക്കില്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് ഇങ്ങനെ ഏതാണ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ആസ് എക്സ് ടെൻസ് ടു എ, എക്സ് ഒരു വാല്യൂലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ വാല്യൂലേക്ക് അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ ആ പെർട്ടിക്കുലർ വാല്യൂവിനെയാണ്, എല്ലിനെയാണ്, ഇത് 1 അല്ല കേട്ടോ, എല്ലാണ്, ആ എല്ലിനെയാണ് എന്ത് പറയുന്നത്, എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും. അതിന്റെ ഡൊമൈൻ എക്സിന്റെ വാല്യൂസ് വരുന്നത് റിയൽ ലൈനിൽ നിന്നായിരിക്കും അല്ലെ. വൈയുടെ വാല്യൂസ് ഉള്ളത് റിയൽ ലൈനിലായിരിക്കും, പക്ഷെ അത് y ആക്സിസിലാണ്. ഇത് എക്സ് ആക്സിസ്, ഇത് y ആക്സിസ്. ഇങ്ങനെയാണ് ശരിക്കും ഫംഗ്ഷന്റെ ഗ്രാഫ് ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ. ഇതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, എക്സിന്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ എയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എയിലേക്ക്, ഇപ്പൊ ഇവിടെയാണ് എ എന്ന് വിചാരിക്കും, ഈ എയിലേക്ക് അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 ഡയറക്ഷനിൽ നിന്നും എക്സിന്റെ വാല്യൂ എവിടേക്ക് വരാം, എയിലേക്ക് വരാം. ഫ്രം ദ ലെഫ്റ്റ് ഓഫ് എ ടു എ വരാം, അല്ലെങ്കിൽ ഫ്രം ദ റൈറ്റ് ഓഫ് എ ടു എ വരാം. അതായത് ഇൻക്രീസ് ചെയ്തിട്ട് എ ആവാം, അതേപോലെ ഡിക്രീസ് ചെയ്തിട്ടും എ ആവാം അല്ലെ. ഇൻക്രീസ് ചെയ്തിട്ടും എ ആവാം, ഡിക്രീസ് ചെയ്തിട്ടും എ ആവാം. എക്സിന് എ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അല്ലെങ്കിൽ വാല്യൂയിലേക്ക് വരണമെങ്കിൽ 2 സൈഡിൽ നിന്നും വരാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിന്റെ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ സപ്പോസ് ഇങ്ങനെയാണ് ഗ്രാഫ് ഒക്കെ വരുന്നെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ എക്സിനെ നെഗറ്റീവ് സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡ് ഓഫ് എയിൽ നിന്നും എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴും റൈറ്റ് സൈഡ് ഓഫ് എയിൽ നിന്നും എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴും നമ്മൾ 2 കാറ്റഗറി ലിമിറ്റുകൾ പറയും. ലെഫ്റ്റ് ലിമിറ്റ്, റൈറ്റ് ലിമിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ആ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, അവിടെ ലിമിറ്റ് കറക്റ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റൂ അല്ലെ. അപ്പൊ ആ ഒരു ഡെഫിനിഷനും കൂടെ നിങ്ങൾ ലിമിറ്റ് പഠിക്കുമ്പോൾ ഓർത്ത് വെക്കണം. അത് എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു സ്പ്ലിറ്റ് വരുന്ന കേസിലൊക്കെയാണ് കൂടുതൽ നമുക്കത് യൂസ്ഫുൾ ആവുക. അതായത് ലെസ് ദാൻ എ ഗ്രേറ്റർ എക്സ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ, എക്സ് ഗ്രേറ്റർ ദാൻ എ എന്നൊക്കെ വരുന്ന കേസുകൾ ഉണ്ടെങ്കിൽ, അതുണ്ടെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മിക്കവാറും അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ അത് ഉണ്ടാവും. അപ്പൊ ആ ഒരു കേസിൽ ലെഫ്റ്റും റൈറ്റും എയുടെ ലിമിറ്റുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണ് വരിക, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. ഇത് എ മൈനസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ എ എന്ന് മനസ്സിലാക്കുക കേട്ടോ. എ മൈനസ് എന്ന് പറയുമ്പോൾ
ലെസ് ദാൻ എ, അതായത് എയുടെ ലെഫ്റ്റ് സൈഡ് ഇൻക്രീസ് ചെയ്തിട്ടാണ് എ ആവുന്നത്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ എനേക്കാളും വലുത്, എയുടെ എക്സിന്റെ വാല്യൂ എനേക്കാളും വലുതാണ്, വലുതിൽ നിന്നും ചെറുതായിട്ടാണ് എ ആവുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ്, ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആയാലേ നമ്മൾ എന്ത് പറയൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു കേസ് ഡെഫിനേഷനോട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം. അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മാത്രം. കൂടുതലും നമുക്ക് ഇത് യൂസ്ഫുൾ ആവുന്നത് കണ്ടിന്യൂറ്റിയിലാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് വരുമ്പോൾ സമയത്താണ് ഇത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുക. പക്ഷെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്തും ഇത് കറക്റ്റ് ഡെഫിനേഷൻ ആണ്, അതങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കുക, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. ഇനി ഇതില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുറെ ഫോർമുല ഉണ്ട്. ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആ ഫോർമുല യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് വേറെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടും ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 1-2 ഫോർമുല ഞാൻ പറയാം, നിങ്ങൾക്ക് അറിയുണ്ടാവും, അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്ന് പറയുന്ന ആദ്യത്തെ ഫോർമുല, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ by x minus a equal to n into a raised to n minus 1. ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഇവിടെ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരിക? ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് റേസ് ടു 4 മൈനസ് 3 റേസ് ടു 4 ബൈ എക്സ് മൈനസ് 3, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ഈ ഫോർമുല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്താണ് ഫോർമുല? 4 ഇൻറ്റു 3 റേസ് ടു 4 മൈനസ് 1 അല്ലെ, 4 ഇൻറ്റു 3 ക്യൂബ് 4 ഇൻറ്റു 27 എന്ന് നമുക്ക് നേരിട്ട് തന്നെ ആൻസർ എഴുതാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്, അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതിൽ തന്നെ മോഡിഫിക്കേഷൻ വരുന്ന മറ്റൊരു ഫോർമുലയും കൂടെ ഉണ്ട്, അതും ഞാൻ ഇവിടെ എഴുതി വെക്കാം, അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എം മൈനസ് എ റേസ് ടു എം ബൈ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ, എക്സ് റേസ് ടു എം മൈനസ് എ റേസ് ടു എം ബൈ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ. ഇതിന് ഒരു ഫോർമുല ഉണ്ട്, ആ ഫോർമുല എങ്ങനെയാണ്? എം ബൈ എൻ എ റേസ് ടു എം മൈനസ് എൻ, എം ബൈ എൻ എ റേസ് ടു എം മൈനസ് എൻ. ആ ഫോർമുല നിങ്ങൾ നോട്ട് ചെയ്യാം, അതും നമുക്ക് എവിടെ യൂസ് ചെയ്യാം? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യത്തെ ആ ഒരു സെറ്റ് ഓഫ് ഫോർമുല രണ്ടെണ്ണം നിങ്ങൾ പഠിച്ചോളൂ. ഒന്ന് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ, രണ്ടാമത്തെ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഫോർമുലയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് 0 ആണ്, അത് പഠിക്കാം. പിന്നെ ലിമിറ്റ് എക്സ്, അടുത്ത ഒരു ഫോർമുല, അടുത്ത ഒരു 3 സെറ്റ് ഫോർമുല ഉണ്ട്, അതും നോട്ട് ചെയ്ത് വെച്ചോളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to x minus 1 by x, e raised to x minus 1 by x, പവർ അല്ല കേട്ടോ, e raised to x മാത്രമേ ഉള്ളൂ, മൈനസ് 1 സെപ്പറേറ്റ് ആണ്. e raised to x minus 1 by x equal to 1 എന്ന് പഠിക്കാം. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 log 1 plus x to the base, log 1 plus x by x equal to 1 എന്ന് പഠിക്കാം. ഇവിടെ log e എന്ന് എഴുതിയിരിക്കുന്നത് ശരിക്കും ലോഗരിതം log x to the base e എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ln എന്നാണ് എഴുതുക കേട്ടോ, ln of x എന്നാണ് എഴുതുക. നാച്ചുറൽ ലോഗരിതം ആണ്, ബേസ് e വരുന്ന ലോഗരിതം നാച്ചുറൽ ലോഗരിതം ആണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലോഗരിതം അത് തന്നെയാണ്. ഓക്കെ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവിടെ log 1 plus x by x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 a raised to x minus 1 by x എന്ന് പറയുന്നത് log a ആണ്. a raised to x minus 1 by x, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 a raised to x minus 1 by x എന്ന് പറയുന്നത് ലോഗ് എ ആണ്. ഈ ഫോർമുലയൊന്നും നിങ്ങൾ പഠിക്കണം എന്ന് നിർബന്ധമൊന്നും ഞാൻ പറയില്ല, കാരണം ഇത് ഫോർമുല ഇല്ലാണ്ട് തന്നെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള മെത്തേഡാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്, അത് മസ്റ്റായിട്ടും നോക്കി വയ്ക്കാം. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ,
യെസ്. ദെൻ ഈ കാര്യമാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പഠിക്കേണ്ടത്. എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യാനും ഒരുവിധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒരു 90% ക്വസ്റ്റ്യൻസ് ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപകരിക്കും. ലിമിറ്റിലെ എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്നാണ് ഈ ഒരു റൂളിനെ നമ്മൾ പറയുന്നത്. എൽ ഹോസ്പിറ്റൽസ് റൂൾ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ലിമിറ്റ് കാൽക്കുലേറ്റ് റാഷണൽ ലിമിറ്റ് ആണെന്ന് വിചാരിക്കും. എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും 0/0 ഫോമിലോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോമിലോ ആണ് വരുന്നത് എങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയാം. നേരത്തെ നമ്മൾ എഴുതിയ ഒരു ഫോമുലയാണ് ഇത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞൊരു ഫോമുല. ഇതിന്റെ ആൻസർ 1 ആണെന്ന് നമുക്കറിയാം. ഇത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ 0/0 എന്നാണ് വരിക. സൈൻ 0 താഴെ 0 ആണ് അല്ലെ. ഇങ്ങനെ 0/0 ഫോമിലോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോമിലോ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എൽ ഹോസ്പിറ്റൽസ് റൂൾ ഉപയോഗിക്കാം. റൂൾ ഇത്രയേ ഉള്ളൂ. ഈ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കോഷ്യൻ റൂൾ ഒന്നും അപ്ലൈ ചെയ്യരുത്. സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടും. ജി ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ജി ഡാഷ് ഓഫ് എക്സ് എന്നും കിട്ടും. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എഴുതുക കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് എഴുതുക 1. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് കൊടുത്ത് നോക്കും. ലിമിറ്റ് കൊടുത്ത് നോക്കി കഴിഞ്ഞാൽ കോസ് 0 എന്ന് കിട്ടുക. ഡിവൈഡ് ബൈ 1 നമ്മൾ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ അവിടെ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിർത്താം. ഇനി ആൻസർ കിട്ടുന്നില്ല, ഇതേപോലെ 0/0 ഫോമിലാണ് പിന്നെയും വരുന്നത്, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോമിലാണ് പിന്നെയും വരുന്നതെങ്കിൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ പിന്നെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ്. എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ പറയാം. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഇപ്പോൾ സൈൻ എക്സ് ബൈ എക്സിന്റെ വാല്യൂ എന്താന്ന് പറഞ്ഞു? 1 ആന്ന് പറഞ്ഞു അല്ലെ. ഓൾറെഡി നമ്മൾ പറഞ്ഞതും സൈൻ എക്സ് ബൈ എക്സ് എന്തായിരുന്നു? 1 ആയിരുന്നല്ലോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു അല്ലെ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ എഴുതിയിട്ടുള്ള ഈ ഫോമിലെ മൊത്തം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഈ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരുവിധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എഴുതിയോ? എഴുതിയെങ്കിൽ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സ് ബൈ ലോഗ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സ് ബൈ ലോഗ് എക്സ്. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സ് ബൈ ലോഗ് എക്സ്. ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്തു നോക്കുകയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഫോർമുല ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് പോകരുത്. ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്തു നോക്കുക. ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 മൈനസ് എക്സിന് പകരം 1 ആണ് കൊടുക്കേണ്ടത്. 1 ഡിവൈഡഡ് ബൈ ലോഗ് 1. ഈ എൽ എന്ന് കാണുന്നതും ലോഗ് 1 തന്നെയാണ് കേട്ടോ. ദാറ്റ് ഇസ് 1 മൈനസ് 1 0 ആണ്. ലോഗ് 1ഉം 0 ആണ്. അറിയാത്ത വാല്യൂസ് ഒക്കെ നിങ്ങൾ നേരിട്ട് എഴുതി വെച്ചോളൂ. ലോഗ് ഇ ടു ദ ബേസ് ലോഗ് 1 ടു ദ ബേസ് ഇ അല്ലെങ്കിൽ എൽ എൻ ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ln of 1 എന്ന് പറയുന്നത് 0 ആണ്. അറിയാത്തതൊക്കെ അവിടെ എഴുതി വെച്ചോളൂ സൈഡിൽ. അപ്പൊ ഇത് എന്ത് ഫോമാണ്? 0/0 ഫോമാണ്. ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണിത് അല്ലെ. ഇതിനെ പറയുന്ന പേര് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? എൽ ഹോസ്പിറ്റൽസ് റൂൾ യൂസ് ചെയ്യണം. എൽ ഹോസ്പിറ്റൽസ് റൂള് യൂസ് ചെയ്യണം. എങ്ങനെയാണ് ഈ റൂൾ യൂസ് ചെയ്യേണ്ടത്? ഡയറക്റ്റ് ആയിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് -1 ഡിവൈഡഡ് ബൈ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x അല്ലെ. ദാറ്റ് ഇസ് ദിസ് ഇസ് ഈക്വൽ ടു എക്സിന് പകരം 1 കൊടുത്തോളൂ. -1/1 എന്ന് വരും. ആൻസർ ഇസ് -1. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. -1 എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, സിമ്പിൾ ആയിട്ട് നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാം.
ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കീമിൽ പഴയ ചോദ്യങ്ങളാണ് കേട്ടോ. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ് ക്യൂബ്, എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ് ക്യൂബ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നേരിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എക്സിന് പകരം ലിമിറ്റ് കൊടുക്കുക. ഇവിടെ 0 ആണ് ലിമിറ്റ്. 0 മൈനസ് സൈൻ 0 ഡിവൈഡഡ് ബൈ 0 ക്യൂബ്. എന്താ സംഭവിക്കുക? സൈൻ 0 പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0 മൈനസ് 0 0 വരും. 0 ബൈ 0 എന്ന് വരും. ഇൻഡിറ്റർമിനറ്റ് ഫോം ആണ് again, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? എൽ ഹോസ്പിറ്റൽസ് റൂൾ യൂസ് ചെയ്യണം. ന്യൂമറേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിനോമിനേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ന്യൂമറേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1ന്റെ ഡെറിവേറ്റീവ്, സോറി എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ താഴെ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ, അല്ലേ? ഇനി ലിമിറ്റ് കൊടുത്തു നോക്കുക. എക്സിന് 0 എന്ന് കൊടുത്തു നോക്കുക. 1 മൈനസ് കോസ് 0 ബൈ 3 ഇൻറ്റു 0 സ്ക്വയർ, അല്ലേ? അഗെയിൻ കോസ് 0 പറഞ്ഞാൽ 1 ആണ്. 1 മൈനസ് 1 ബൈ 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ബൈ 0 ഫോം വരും. അഗെയിൻ അതെന്താണ്? ഇൻഡിറ്റർമിനറ്റ് ഫോം ആണ്, അല്ലേ? അപ്പോൾ പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, അപ്പോൾ മൈനസ് മൈനസ് സൈൻ എക്സ് വരും, അല്ലേ? ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെന്ത് കിട്ടുന്നത്? പ്ലസ് ആവും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ 6x എന്ന് വരും, അല്ലേ? ഈ 6 കോൺസ്റ്റന്റ് ആണ്. അതിനിപ്പോൾ പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതിനെ വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. 1/6 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. ഇവിടെ നിങ്ങൾക്ക് ഫോമുല അപ്ലൈ ചെയ്യാം. ഇനി പെട്ടെന്ന് ഫോമുല ഓർമ്മ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ 0/0 ഫോം വരും. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്, നമുക്കറിയാലോ. 1/6 ഇൻറ്റു 1, 1/6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എൽ ഹോസ്പിറ്റൽസ് റൂൾ കൊണ്ട് ഒരുവിധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു റൂൾ കൊണ്ട് ഒരുവിധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. എല്ലാ ഇൻഡിറ്റർമിനറ്റ് ഫോം, ഇനി വേറെ ഇൻഡിറ്റർമിനറ്റ് ഫോം ഉണ്ട് കേട്ടോ. 1 റേസ് ടു ഇൻഫിനിറ്റി, 0 റേസ് ടു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി റേസ് ടു 0 എന്ന് പറഞ്ഞാൽ കുറച്ച് ഫോമുകൾ വേറെ ഉണ്ട്. അവിടെ മെത്തേഡ്സ് വേറെയാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ 0/0 ഫോം അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതാണ് ഉപയോഗിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്തു നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ, 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? 1 മൈനസ് കോസ് 0 ഡിവൈഡഡ് ബൈ 0 പ്ലസ് 0 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 0, 0/0 ഫോം വരും. ഇൻഡിറ്റർമിനന്റ് ഫോം ആണ്. എൽ ഹോസ്പിറ്റൽസ് റൂൾ യൂസ് ചെയ്യണം. യൂസ് ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് മൈനസ് കോസ് എക്സ്, സോറി മൈനസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് മൈനസ് സൈൻ എക്സ് വരും, അല്ലേ? അപ്പോൾ സൈൻ എക്സ് നമുക്ക് എഴുതാം. ഡിവൈഡഡ് ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ഓക്കെ, എക്സിന്റെ ഡെറിവേറ്റീവ് 1, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ലിമിറ്റ് കൊടുത്ത് നോക്കുക. സൈൻ 0 ബൈ 1 പ്ലസ് 0, അല്ലേ? ഇതെന്താ വരിക? സൈൻ 0 പറഞ്ഞാൽ 0 ആണ്. ഡിനോമിനേറ്ററിൽ 1 ആണ് വരുന്നത്. ഇത് 0/0 ഫോം ആണോ? അല്ല. ഇതെന്താണ്? 0/1 എന്ന് പറഞ്ഞാൽ 0 അല്ലേ? നമുക്കറിയാലോ 0 ആണെന്നുള്ളത്. ഇവിടെ നിർത്താം. രണ്ട് സൈഡിലും ഒരേപോലെ 0/0യോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഒക്കെ വന്നാലേ ഈ പ്രശ്നമുള്ളൂ. ഓക്കെ, ആൻസർ 0 ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി log x by 2 into root x. Limit x tends to infinity log x by 2 into root x. ലിമിറ്റ് കൊടുത്തു നോക്കുക ഡയറക്റ്റ് ആയിട്ട്. ലിമിറ്റ് ലോഗ് ഇൻഫിനിറ്റി ബൈ 2 ഇൻറ്റു റൂട്ട് ഇൻഫിനിറ്റി. ലോഗ് ഇൻഫിനിറ്റി പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്, റൂട്ട് ഇൻഫിനിറ്റി പറഞ്ഞാലും ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ്. എൽ ഹോസ്പിറ്റൽസ് റൂൾ ഉപയോഗിക്കാം. റൂൾ യൂസ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി
മുകളിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ എക്സ് എന്ന് കിട്ടും. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ 1 ബൈ 2 റൂട്ട് എക്സ് അല്ലേ. ഇവിടുത്തെ 2 നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാലൻസ് വരുന്നത് ലിമിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് സിംപ്ലിഫൈ ചെയ്തോളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ എക്സ് എന്ന് ഇവിടെ കിട്ടും. ഇത് 1 ബൈ റൂട്ട് എക്സ് ഡിനോമിനേറ്റർ അപ്പോൾ റൂട്ട് എക്സ് ബൈ 1 റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ therefore this is limit x tends to infinity 1 by root x എന്ന് എഴുതാം. കാരണം എക്സിനെ നമുക്ക് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 1 ബൈ റൂട്ട് എക്സ് റൂട്ട് എക്സ് കട്ട് ചെയ്ത് തരുമ്പോൾ 1 ബൈ റൂട്ട് എക്സ് എന്ന് കിട്ടും. അപ്പോൾ എക്സിന് ഇൻഫിനിറ്റി കൊടുത്താൽ 1 ബൈ ഇൻഫിനിറ്റി വരും. 1 ബൈ ഇൻഫിനിറ്റി ലിമിറ്റിംഗ് കേസിൽ എന്താണ് 0 ആണ്. അത് പഠിച്ചോളൂ. 1 ബൈ ഇൻഫിനിറ്റി ഈസ് 0. 1 ബൈ 0 ഈസ് ഇൻഫിനിറ്റി. ഓക്കെ, ലിമിറ്റ് എടുക്കുമ്പോൾ 1 ബൈ 0 ഇൻഫിനിറ്റിയും 1 ബൈ ഇൻഫിനിറ്റി 0 ആണ്. ഓക്കെ, ഇപ്പോൾ ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ്. നാലാമത്തെ ചോദ്യം. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു 2 റേസ് ടു എക്സ് ബൈ 2 റേസ് ടു എക്സ് മൈനസ് 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു 2 റേസ് ടു എക്സ് ബൈ 2 റേസ് ടു എക്സ് മൈനസ് 1. എങ്ങനെയാണ് കിട്ടുക? ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 0 ഇൻറ്റു 2 റേസ് ടു 0 ബൈ 2 റേസ് ടു 0 മൈനസ് 1. 2 റേസ് ടു 0 പറഞ്ഞാൽ 1 അല്ലേ. എനി നമ്പർ നോൺ സീറോ നമ്പർ റേസ് ടു 0 പറഞ്ഞാൽ 1 ആണ് വരിക. അപ്പോൾ ഇത് 0 ബൈ 1 മൈനസ് 1. അഗെയിൻ 0 ബൈ 0 ഫോം ആണ്. ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. എൽ ഹോസ്പിറ്റൽസ് റൂൾ യൂസ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു റൂൾ മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ വിചാരിക്കുന്നുണ്ടാവും. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു 90% ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. ആ മെത്തേഡ് നമ്മൾ പറയും. ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഇവിടെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു 2 റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ 2 റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് 2. ഓക്കെ, പ്ലസ് 2 റേസ് ടു എക്സ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡിവൈഡഡ് ബൈ എന്ത് വരും 2 റേസ് ടു എക്സ് മൈനസ് 1. 2 റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് പിന്നെയും കണ്ടുപിടിക്കണം. 2 റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് 2 മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് 0. ഇവിടെ നിർത്താം. ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്ത് നോക്കാം. 0 ഇൻറ്റു 2 റേസ് ടു 0 ഇൻറ്റു ലോഗ് 2 പ്ലസ് 2 റേസ് ടു 0 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 0 ഇൻറ്റു ലോഗ് 2 അല്ലേ. ഇവിടെ 0 ഇൻറ്റു വന്നതുകൊണ്ട് ഫസ്റ്റ് ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആയി പോകും. 2 റേസ് ടു 0 1 ആണ് ഡിവൈഡഡ് ബൈ 2 റേസ് ടു 0 1 ഇൻറ്റു ലോഗ് 2. അപ്പോൾ 1 ബൈ ലോഗ് 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ അല്ലേ? അഞ്ചാമത്തെ ചോദ്യം ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് മറ്റൊരു കാറ്റഗറി ക്വസ്റ്റ്യൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സമയത്തും 0 ബൈ 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിയോ വരാൻ സാധ്യതയില്ല. അങ്ങനെ അല്ലാതെ വരുന്ന ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്തൊക്കെയാണ് അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവാലുവേഷൻ ഓഫ് എക്സ്പോണൻഷ്യൽ ലിമിറ്റ്സ് ഓഫ് ദ ഫോം 1 റേസ് ടു ഇൻഫിനിറ്റി. 1 റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഫോമിലും ഈ ലിമിറ്റുകൾ വരാം. അതിൽ 2 കേസുകളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കേസുകളാണ് നമ്മൾ പറയുന്നത്. നോക്കുക എന്തൊക്കെയാണ് 2 കേസുകൾ എന്നുള്ളത്. ഒന്നാമത്തെ കേസിൽ പറയുന്നത് ഇഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ 1 ആണ്. ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ജി ഓഫ് എക്സിന്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് എന്തായിരിക്കും സംഭവിക്കുക? ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിന് 1 എന്നും കിട്ടും. ജി ഓഫ് എക്സ് ഇൻഫിനിറ്റി ആയിട്ട് മാറും. ഏത് ഫോമിൽ വരും? 1 റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിറ്റർമിനേറ്റ് ഫോമിൽ വരും അല്ലേ. അങ്ങനത്തെ ഫോമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഫോമുല ഇതാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യല്ല ചെയ്യേണ്ടത്, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഇ റേസ് ടു എക്സ്പോണൻഷ്യൽ എടുക്കുക, അതിന്റെ പവറിൽ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. ഇനി എഫ് ഓഫ് എക്സ് ആ ബേസ് ഫംഗ്ഷൻ, അതായത് ഏതിന്റെ പവർ ആണോ ജി ഓഫ് എക്സ് ആയിട്ട് എഴുതിയിട്ടുള്ളതാണ് എഫ് ഓഫ് എക്സ്. അപ്പൊ എഫ് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു ജി ഓഫ് എക്സ് ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഈ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലിമിറ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇങ്ങനെ ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ,
ആദ്യത്തെ കേസ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത രണ്ടാമത്തെ കേസ് നോക്കാം. അവിടെയും ഈ 1 തന്നെയാണ് വരേണ്ടത്. അതിന് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സും എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലിമിറ്റ് ഏതാണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു 1 ബൈ ജി ഓഫ് എക്സ് എന്നുള്ള ഫോമാണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ 1 പ്ലസ് 0 പറഞ്ഞാൽ 1 വരും, ബേസ് 1 ആവും. പിന്നെ ജി ഓഫ് എക്സും 0 ആണ്. 1 ബൈ 0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയും വരും. അപ്പോൾ എഗെയിൻ ഇത് എന്തായി മാറും? 1 റേസ് ടു ഇൻഫിനിറ്റി ആയിട്ട് മാറും. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് എഴുതേണ്ടത് ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നാണ്. ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. ഇതാണ് 1 റേസ് ടു ഇൻഫിനിറ്റി വരുന്ന കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എപ്പോഴും പിന്നെയും സംശയമാവും, നമുക്ക് 1 റേസ് ടു ഇൻഫിനിറ്റി തന്നെയാണോ എപ്പോഴും വരിക? അല്ല, വേറെയും വാല്യൂസ് ഒക്കെ വരാം. ഇപ്പോൾ ഇൻഫിനിറ്റി റേസ് ടു 0 വരാം, 0 റേസ് ടു ഇൻഫിനിറ്റി വരാം. അങ്ങനെ കുറച്ച് കേസുകൾ വേറെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ ചെയ്യാം. പക്ഷെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സാധാരണ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കീം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം. ഈ ഒരു മെത്തേഡിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. കാരണം ഇതൊക്കെ JEE ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ പിന്നെ വലിയ കുറച്ച് ടഫാക്കി വരികയാണ് നമ്മുടെ കീം. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെയും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു കാറ്റഗറിയിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് പറയാം. ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് 1-2 ഫോർമുല നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകളാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഒരു 4 റിസൾട്ട് രണ്ടെണ്ണം വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഈസിയാണ്, ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് റിസൾട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കിക്കോളൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു 1 ബൈ എക്സ് 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു 1 ബൈ എക്സ്. ഇതിന്റെ ആൻസർ വരുന്നത് ഇ എന്നാണ്. ഇത് എങ്ങനെയാണ് ആൻസർ ഇ വരുന്നത്? നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്. ഇപ്പോൾ ഏത് ഫോമാറ്റിലാണ്? എക്സ് 0 ആണ്, ജിയും 0 ആണ് അല്ലെ. 1 പ്ലസ് 0 എന്ന് വെച്ചാൽ 1 റേസ് ടു 1 ബൈ 0 ഇൻഫിനിറ്റി അല്ലെ. 1 റേസ് ടു ഇൻഫിനിറ്റി ഫോർമാറ്റിലാണ് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഏത് ഫോമാ? നമ്മളിപ്പോൾ എഴുതിയ രണ്ടാമത്തെ ഫോമാണ് അല്ലെ. അപ്പൊ അതിന്റെ ആൻസർ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് അല്ലെ. ദാറ്റ് ഇസ് ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ, അല്ലെങ്കിൽ ഇവിടെ എക്സ്റ്റെൻസ് ടു 0, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും എക്സ് ആണ് അല്ലെ. എന്താ വരിക നോക്കൂ? എക്സ് റേസ് ടു 0. അവിടെ ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0 റേസ് ടു 0 എന്നാണ് വരിക അല്ലെ. 0 റേസ് ടു 0. ഇവിടെ ഡയറക്റ്റ് 0 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. വേണമെങ്കിൽ ഇതിനെ മോഡിഫൈ ചെയ്തിട്ട് ഇതിന്റെ വാല്യൂ 1 ആണ് വരിക. ഇത് എങ്ങനെയാണ് 1 വരുന്നത് എന്നുള്ളത് ഞാൻ പറയാം. ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. എക്സ് റേസ് ടു എക്സ് എങ്ങനെയാണ് 0 വരുന്നത് എന്നുള്ളത്, സോറി 1 വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വഴിയെ ആൻസർ ചെയ്യുമ്പോൾ പറയാട്ടോ. ഇതിപ്പോൾ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾ ഈ റിസൾട്ട് ഇങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് പഠിക്കുക. അപ്പോൾ ഇതിന്റെ ലിമിറ്റ് 1 ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഇ റേസ് ടു 1 നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് ഇത് ഇ വന്നത്. പക്ഷെ അത് നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് പഠിച്ചോളൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു 1 ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്, സോറി ഇ ആണെന്ന് പഠിക്കാം. അടുത്തത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ എക്സ് ഹോൾ റേസ് ടു എക്സ് 1 പ്ലസ് 1 ബൈ എക്സ് ഹോൾ റേസ് ടു എക്സ്. അതും എന്താണ്? ഇ തന്നെയാണ്. അവിടെയും സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. 1 പ്ലസ് 1 ബൈ എക്സ്, എക്സിന് പകരം ഇൻഫിനിറ്റി കൊടുത്താൽ 1 ബൈ ഇൻഫിനിറ്റി 0 ആവും. അപ്പോൾ ഈ ടേം 0 ആയി പോകും. പിന്നെ 1 റേസ് ടു എക്സ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ 1 റേസ് ടു ഇൻഫിനിറ്റി എന്നുള്ള ഫോർമാറ്റിൽ തന്നെയാണ് ഈ ക്വസ്റ്റിനും വരിക. ഇതിന്റെ ആൻസറും വരുന്നത് തന്നെയാണ് ഇ തന്നെയാണ്. അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ എക്സ് ഹോൾ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ ആണ്. ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇങ്ങനെയും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് പ്ലസ് 1 ബൈ എക്സ്. ഇതിങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വരും. LCM ആയിട്ട് എക്സ് എടുക്കുക. എക്സ് പ്ലസ് 1 ബൈ എക്സ് ഹോൾ റേസ് ടു എക്സ് എന്ന് പറയുന്നതും എന്താണ്? ഇ ആണ്. ഇതും ഇ ആണെന്ന് പഠിക്കുക.
ഓക്കെ, ഇതിൽ തന്നെ ഒരു മോഡിഫിക്കേഷൻ കൂടെ ഞാൻ പറയാം, ഇതിന്റെ റെസിപ്രോക്കൽ. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ബൈ 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു എക്സ് എന്ന് പറയുന്നത് 1/e ആയിരിക്കും. നേരെ തിരിച്ചെഴുതിയാൽ ഇതിന്റെ ആൻസർ 1/e ആണ്. നിങ്ങൾ ബി ടെക്കിന് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഒരു പേപ്പറാണ്, ഒരു ടോപ്പിക്, ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത്. ഫസ്റ്റ് ഇയറിന്റെ പേപ്പറിൽ വരുന്നൊരു മൊഡ്യൂളാണ് സീക്വൻസ് ആൻഡ് സീരീസ്. ആ സീക്വൻസ് ആൻഡ് സീരീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട റിസൾട്ടുകളാണ്. ഇതൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ബി ടെക്കിന് ഫസ്റ്റ് സെമസ്റ്ററിൽ ചോദിക്കില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിമിറ്റുകളാണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ആവശ്യം വരുന്ന ലിമിറ്റുകളാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, യെസ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ തന്നെ ഒരു മോഡിഫിക്കേഷൻ അവിടെ താഴെ കിടക്കുന്നുണ്ട്. നോക്കൂ, ദേ കാണുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് ലാംഡ ബൈ എക്സ് ഓൾ റേസ് ടു എക്സ്. ഇവിടെ നേരത്തെ 1 ആയിരുന്നു ഉണ്ടായിരുന്നത്, അവിടെ നമ്മൾ ലാംഡ കൊടുത്തിട്ടുണ്ട്, ഒരു കോൺസ്റ്റന്റ് അഡീഷണൽ വന്നിട്ടുണ്ട് ലാംഡ. അപ്പോൾ 1 പ്ലസ് ലാംഡ ബൈ എക്സ് ഓൾ റേസ് ടു എക്സ് എന്ന് പറയുന്നതിന്റെ ആൻസർ വരുന്നത് ഇ റേസ് ടു ലാംഡ എന്നാണ്. ഓക്കെ, അത് നോട്ട് ചെയ്തോളൂ. അപ്പോൾ ഇതിന്റെ അതേ മോഡിഫിക്കേഷൻസ് എന്തൊക്കെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് പ്ലസ് ലാംഡ ബൈ എക്സ് ഓൾ റേസ് ടു എക്സ് എന്തായിരിക്കും? ഇ റേസ് ടു ലാംഡ ആയിരിക്കും. അതൊരു റിസൾട്ട്, അത് പഠിക്കാം. അതിന്റെ പോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ബൈ എക്സ് പ്ലസ് ലാംഡ ഓൾ റേസ് ടു എക്സ്, അതും എന്താണ്? ഇ റേസ് ടു മൈനസ് ലാംഡ. ഇ റേസ് ടു മൈനസ് ലാംഡ ഓർ 1 ബൈ ഇ റേസ് ടു ലാംഡ. എങ്ങനെയാണെങ്കിലും എഴുന്നേറ്റ് എഴുതാം. 1 ബൈ ഇ റേസ് ടു ലാംഡ, ഇ റേസ് ടു ലാംഡ അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് ലാംഡ, രണ്ടും ഒന്ന് തന്നെയാണ്. ഇ റേസ് ടു മൈനസ് ലാംഡ. ഓക്കെ, ഇതും ഒരു റിസൾട്ട് ആയിട്ട് പഠിച്ചോളൂ. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് ഒറ്റ സെക്കൻഡിൽ നമുക്ക് ആൻസർ വേഗം ചെയ്യാൻ പറ്റും, ഈ റിസൾട്ട് അറിയാമെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മേപ്പോട്ട് നോക്കി ഇരിക്കേണ്ടി വരും, ഇപ്പൊ എന്താണ് ചെയ്യാൻ നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ തന്നെ ഒരു മോഡിഫിക്കേഷനാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് റിസൾട്ട് പറഞ്ഞതിന്റെ ഒരു മോഡിഫിക്കേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. നോക്കാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് ലാംഡ എക്സ് ഹോൾ റേസ് ടു 1 ബൈ എക്സ്. 1 പ്ലസ് ലാംഡ എക്സ് ഹോൾ റേസ് ടു 1 ബൈ എക്സ്, അതിനെ നമുക്ക് എന്ത് എഴുതാം? ഇ റേസ് ടു ലാംഡ എന്ന് എഴുതാം. ഇവിടെ നമ്മൾ ഈ എന്നാണ് എഴുതിയിരുന്നത്, ഇവിടെ നമുക്ക് ഇ റേസ് ടു ലാംഡ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇത്രയും റിസൾട്ടുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ നമ്മൾ പറയാം, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കാം, ആ ഒരു കാര്യം ഇതാണ്. ഒരു മിനിറ്റ്, ഞാനൊരു സ്ലൈഡ് ഓപ്പൺ ചെയ്യട്ടെ. നോക്കാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, പോളിനോമിയൽ ആണ് മുകളിൽ എഴുതുന്നത് വിചാരിക്കൂ. എക്സ് ക്യൂബ് പ്ലസ് 3x² പ്ലസ് 4 എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ. താഴെ 2x³ പ്ലസ് 4x പ്ലസ് 3 എന്ന് പറഞ്ഞ ഒരു പോളിനോമിയൽ താഴെ. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. മുകളിലും പോളിനോമിയൽ ആണ്, താഴെയും പോളിനോമിയൽ ആണ്. ഇതിന്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് ക്യൂബിനെ പുറത്തേക്ക് എടുത്ത് സിംപ്ലിഫൈ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ അത്രയ്ക്കൊന്നും നമുക്ക് പോകണ്ട. പോളിനോമിയൽ ആണ് മുകളിലും താഴെയും. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് എങ്കിൽ, ലിമിറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 1/2 എന്ന് എഴുതാൻ പറ്റും. എങ്ങനെയാണ് ഈ 1/2 കിട്ടിയത്? ഇവിടെ ഈ ന്യൂമറേറ്ററിലെ പോളിനോമിയൽ നോക്കുക, എക്സ് ക്യൂബ് ആണ് ഹയസ്റ്റ് പവർ, അല്ലെ? ഹയസ്റ്റ് ഡിഗ്രി ടേം എക്സ് ക്യൂബ് ആണ്. ഡിനോമിനേറ്ററിലെ പോളിനോമിയൽ നോക്കൂ, അവിടത്തെയും ഹയസ്റ്റ് ഡിഗ്രി ടേം എക്സ് ക്യൂബ് ആണ്, അതിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. ഓക്കെ, അപ്പൊ മുകളിലും താഴെയും ഹയസ്റ്റ് ഡിഗ്രി ടേം സെയിം ആണെങ്കിൽ, ഹയസ്റ്റ് ഡിഗ്രി ടേം സെയിം ആണെങ്കിൽ ആ ഹയസ്റ്റ് ഡിഗ്രി ടേമിന്റെ കോഎഫിഷ്യൻസ് ആയിരിക്കും ഇതിന്റെ ലിമിറ്റ്. മുകളിൽ 1ഉം താഴെ 2ഉം. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് പ്ലസ് 3 the whole raised to 4 divided by x 2x minus 1 the whole raised to 4. നോക്കിക്കോളൂ, എന്താ അതിന്റെ ആൻസർ വരിക? ഇവിടെയും ഹയസ്റ്റ് ഡിഗ്രി ടേം, ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹയസ്റ്റ് ഡിഗ്രി ടേം ഹോൾ റേസ് ടു 4 ആണ് വരിക.
ഇവിടെയും ഹയസ്റ്റ് ഡിഗ്രി ടേം ഹോൾ റേസ് ടു 4 തന്നെയാണ് വരിക അല്ലെ. അപ്പൊ അതിന്റെ കോഎഫിഷ്യൻസ് ആയിരിക്കും ഇതിന്റെ ആൻസർ വരിക. ഇതിന്റെ കോഎഫിഷ്യന്റ് ന്യൂമറേറ്ററിന്റെ കോഎഫിഷ്യന്റ് എന്താ 1 റേസ് ടു 4 മറക്കരുത് കേട്ടോ. ഡിനോമിനേറ്ററിന്റെ കോഎഫിഷ്യന്റ് എന്താ 2 റേസ് ടു 4. ആൻസർ വരിക 1/2 റേസ് ടു 4 16. 1/2 എഴുതി വെക്കരുതേ, 1/2 റേസ് ടു 4. ഇത് കാരണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം അല്ലേ ഏറ്റവും വലിയ പവർ ആയിട്ട് കിട്ടുക. ആ ടേമിന്റെ കോഎഫിഷ്യന്റ് 2x ഹോൾ റേസ് ടു 4 ആയിരിക്കും. അപ്പൊ 2 റേസ് ടു 4 ഇൻറ്റു എക്സ് റേസ് ടു 4 ആയിരിക്കും ഈ ഒരു എക്സ്പ്രഷൻ. അപ്പൊ 1/16 എന്ന് നമുക്ക് അവിടെ ആൻസർ കിട്ടും. ഓക്കെ, ഇത് രണ്ടും ഒരേ പവർ ആണെങ്കിൽ, ഈ സപ്പോസ് ഒരേ പവർ അല്ലെങ്കിലോ എന്താ സംഭവിക്കുക? ഇപ്പോ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് 2x പ്ലസ് 1. ന്യൂമറേറ്ററിൽ എക്സ് സ്ക്വയറും ഡിനോമിനേറ്ററിൽ എക്സ് ക്യൂബും ആണ്. പക്ഷെ ഇതിലെ ഈ ഒരു പോളിനോമിയൽ റാഷണൽ ഫംഗ്ഷൻ ആകുമ്പോൾ അതിന്റെ പോളിനോമിയലിലെ ഡിനോമിനേറ്ററിന്റെ പോളിനോമിയലിന്റെ പവർ ആണ് വലുത്, എക്സ് ക്യൂബ് ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോഎഫിഷ്യന്റ് എഴുതാൻ പറ്റില്ല. എന്ത് ചെയ്യേണ്ടി വരും? അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഇവിടെ ഒരു 0x ക്യൂബ് ആഡ് ചെയ്യാം. നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല 0x ക്യൂബ് ആഡ് ചെയ്യാൻ അല്ലെ. കാരണം എക്സ് സ്ക്വയർ ആണ് മുകളിൽ വരുന്നത്, എക്സ് ക്യൂബിന്റെ ഒരു ടേം ആഡ് ചെയ്തുള്ളൂ. പക്ഷെ എക്സ് ക്യൂബ് ഇല്ല, അതുകൊണ്ട് നമ്മൾ 0x ക്യൂബ് ആഡ് ചെയ്യുന്നു. 0x ക്യൂബ് നമ്മൾ 0 തന്നെയല്ലേ, വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഇത് ഇങ്ങനെ എഴുതുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ലിമിറ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ്, കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്ത് ലിമിറ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ്. 0/1 എന്നാണ് അതിന്റെ ലിമിറ്റ് വരിക. ഇറ്റ് 0. എന്ത് കിട്ടും നമുക്ക്? 0 എന്ന് കിട്ടും. അപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ പവർ വേണം. ആ ഹയസ്റ്റ് ഡിഗ്രി പവറിന്റെ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ ലിമിറ്റ് ആയിട്ട് ഈ ഒരു കാറ്റഗറിയിൽ എഴുതേണ്ടത്. പ്രത്യേകം വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ മാത്രം കേട്ടോ. എക്സ് ടെൻസ് ടു ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ നിങ്ങൾ ചാടി കയറി ഇതൊന്നും എഴുതരുത്. നമ്പർ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എഴുതുക, അല്ലെങ്കിൽ എൽ ഹോസ്പിറ്റൽസ് റൂൾ യൂസ് ചെയ്യാം. 0/0 ഇൻഫിനിറ്റി ഫോം ഒക്കെ ആണെങ്കിൽ. ഓക്കെ, ഇനി അങ്ങനെയല്ല, വേറൊരു കാറ്റഗറിയും കൂടെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ക്യൂബ് പ്ലസ് 2x പ്ലസ് 3 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4 എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ, ഇവിടെ എക്സ് ക്യൂബ് മുകളിലുണ്ട്, താഴെ എക്സ് സ്ക്വയർ ഉള്ളൂ. എന്തില്ല? താഴെ എക്സ് ക്യൂബ് ഇല്ല. അപ്പൊ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഒരു 0x ക്യൂബ് താഴെ ആഡ് ചെയ്യും. 0x ക്യൂബ് താഴെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. 1/0. 1/0 എന്ന് വെച്ചാൽ എന്താ? ഇൻഫിനിറ്റി ആണ്. 1/0 എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി ആണ്. എപ്പോഴെങ്കിലും ലിമിറ്റ് നമുക്ക് ഇൻഫിനിറ്റി എന്ന് കിട്ടിയാൽ, ചില കേസുകളിൽ ആൻസറിൽ ഓപ്ഷനിൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ലിമിറ്റ് കാണാം. ചില കേസുകളിൽ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നായിരിക്കും ഇൻഫിനിറ്റി വരുമ്പോൾ എഴുതുക കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്. ലിമിറ്റ് ഇൻഫിനിറ്റി എന്ന് എഴുതിയാലും ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് കണ്ടാലും ഒന്ന് തന്നെയാണ്. ഓപ്ഷനിൽ രണ്ടും ഉണ്ടാവില്ല. ആൻസർ ഇൻഫിനിറ്റി ആണെങ്കിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. ഇതർ ഇൻഫിനിറ്റി ഓർ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് പോകല്ലേ, അവിടെ ഒരു ലിമിറ്റ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പരിധിയല്ലേ, പരിധി ഇല്ല എന്നാണ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം അല്ലേ. അപ്പൊ ഈ ഒരു കാറ്റഗറി ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ഇങ്ങനെയും ഒരു മെത്തേഡ് ഉണ്ട് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് ബാലൻസ് ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ഇനി ബാക്കി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം, നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6, ആറാമത്തെ ചോദ്യമാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. യെസ്, വരുന്നു ഇൻഫിനിറ്റി ആണ്. എക്സ് പ്ലസ് 1/x+6 ഹോൾ റേസ് ടു 4. ഇതിന്റെ ആൻസർ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. എന്തായിരിക്കും ഇതിന്റെ ആൻസർ വരിക? ഒന്ന് കമന്റ് ചെയ്തോളൂ എല്ലാവരും. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഹയസ്റ്റ് ഡിഗ്രി ടേം എക്സ് റേസ് ടു 4 തന്നെയാണ്. അതിന്റെ കോഎഫിഷ്യൻസ് ആണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. എന്ത് വരും? എക്സിന്റെ കോഎഫിഷ്യന്റ്. യെസ്, എക്സിന്റെ കോഎഫിഷ്യന്റ് മുകളിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, താഴത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ഇനി പവർ എടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. എന്ത് വരും? 1 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പൊ ഈ റിസൾട്ട് പഠിച്ചുകൊണ്ടാണ് നമുക്ക് ഇത് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ നോക്കും, ഇത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അറിയാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ അത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു റിസൾട്ട് ഉപയോഗിക്കാം. ഓക്കെ,
യെസ്, ആറാമത്തെ ക്വസ്റ്റ്യൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇതാണ് ലാസ്റ്റ്, എനിക്ക് തോന്നുന്നു 2021 തോന്നുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. ഏഴാമത്തെ ചോദ്യമാണ്. ഏഴല്ലേ? അതെ, ഏഴാമത്തെ ചോദ്യം നോക്കാം. യെസ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 6 ഓൾ റേസ് ടു എക്സ് പ്ലസ് 4. എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 6 ഹോൾ റേസ് ടു എക്സ് പ്ലസ് 4. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു കോൺസ്റ്റന്റ് അല്ല ഉള്ളത്. എക്സ് പ്ലസ് 4 എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട് അല്ലെ? അവിടെ നമ്മൾ പഠിച്ച ഫോമുലേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി മാറ്റാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 6 ഓൾ റേസ് ടു എക്സ് എന്ന് എഴുതാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 6 ഹോൾ റേസ് ടു 4 എന്നും എഴുതാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ലിമിറ്റ് ഈസി ആണല്ലോ. ഇതിപ്പോ ഓൾറെഡി നമ്മൾ ചെയ്താണ് നേരത്തെ. ഇതിന്റെ ലിമിറ്റ് എന്താ? 1 ആണ്. ഓക്കെ, ഇതിന്റെ ലിമിറ്റ് 1 ആണ്. അത് നിങ്ങൾ ഇനി കണ്ടുപിടിക്കണ്ട. ഇതിന്റെ ലിമിറ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതെങ്ങനെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 6 ഓൾ റേസ് ടു എക്സ്. ഞാൻ അതിനെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ആയിട്ട് കൊടുത്തു. ഓൾ റേസ് ടു എക്സ് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ആയിട്ട് കൊടുത്തു. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച ഫോമുല ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. ഏതായിരുന്നു ഫോമുല? ദേ ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം, നോക്കിക്കോളൂ. 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു 1 ബൈ എക്സ് അല്ലെ? 1 പ്ലസ് എക്സ് സോറി, ഇതാ ഇവിടെ ഈ ഒരു ഫോമുല യൂസ് ചെയ്യാം നമുക്ക്. ഓക്കെ, എനിവേ എന്തായാലും നമുക്ക് ഇനി അത് നോക്കിയിട്ട് കൺഫ്യൂഷൻ ആവണ്ട. ഇവിടെ ഇങ്ങനെ ചെയ്തോളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ത് കൊടുക്കാം ഇതിന്? ഇവിടെ ഞാൻ ഒരു എക്സ് ഔട്ട് സൈഡ് എടുത്തു വിചാരിക്കും. ഇതിന്റെ അകത്ത് എക്സ് ഔട്ട് സൈഡ് എടുത്താൽ ബാലൻസ് എനിക്ക് 1 പ്ലസ് 1 ബൈ എക്സ് കിട്ടുമല്ലോ, ഓൾ റേസ് ടു എക്സ്. താഴെയോ? താഴെയും ഞാൻ ഇതുപോലെ ഒരു എക്സ് ഔട്ട് സൈഡ് എടുക്കുകയാണ്. എക്സ് ഇൻറ്റു 1 പ്ലസ് 6 ബൈ എക്സ് ഓൾ റേസ് ടു എക്സ് എന്ന് കിട്ടും. ശരിയല്ലേ? ഈ എക്സ് റേസ് ടു എക്സ്, ഈ രണ്ട് എക്സുകൾ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. എക്സ് റേസ് ടു എക്സ് ആണ്, അത് രണ്ടും നമുക്ക് കട്ട് ചെയ്യാം. ബാലൻസ് വരുന്ന ടേമുകൾ എന്താ നോക്കി നോക്കൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ എക്സ് ഓൾ റേസ് ടു എക്സ് എന്ന് വരും. താഴെയും ലിമിറ്റ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 6 ബൈ എക്സ് ഓൾ റേസ് ടു എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് ഇതെന്താണ്? മുകളിൽ വരുന്നത് ഇ ആണ്, താഴെ വരുന്നത് എന്താ? ഇ റേസ് ടു 6 ആണ്. മുകളിൽ വരുന്നത് ഇ ആണ്, താഴെ വരുന്നത് ഇ റേസ് ടു 6 ആണ്. ആൻസർ വരുന്നത് ഇ റേസ് ടു -5 ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഫോമുലയാക്കി എഴുതാം. അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഫോമുലയാക്കി എഴുതാം എന്നുള്ളത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് പ്ലസ് 1 അല്ലെങ്കിൽ എക്സ് പ്ലസ് സം എൻ ബൈ എക്സ് പ്ലസ് സം എം ഓൾ റേസ് ടു എക്സ് ആണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ വരിക? ഇ റേസ് ടു എൻ മൈനസ് എം എന്നാണ് ആൻസർ വരിക. ഇ റേസ് ടു എൻ മൈനസ് എം. ഓക്കെ, ഇ റേസ് ടു എൻ മൈനസ് എം എന്ന് നമുക്ക് ആൻസർ എഴുതാം. നിർബന്ധമൊന്നുമില്ല അങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഡയറക്റ്റ് നിങ്ങൾ ഇതിനെ മോഡിഫൈ ചെയ്തിട്ട് എഴുതി ചെയ്താലും മതി. അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഏഴാമത്തെ ചോദ്യം ആൻസർ ഡി ആണ് ആൻസർ ആയിട്ട്, മീൻസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരും. എട്ടാമത്തെ ചോദ്യം നോക്കാം. 8. ഇനി ഇവിടെ നിങ്ങൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഒന്ന് നിങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇതുവരെ ചെയ്തത് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി അങ്ങനെ അത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ചിന്തിച്ച് ചെയ്യണം. ഇതെന്താണ് നമ്മൾ ചെയ്യാം? എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു കൊസീക് എക്സ് അല്ലെ? 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു കൊസീക് എക്സ്. എന്താ വരിക?
ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമാണ് ചെയ്യാൻ. നിങ്ങൾ ഇങ്ങനെ നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളത് 1 ബൈ സൈൻ എക്സ് എന്ന് എഴുതാലോ. 1 ബൈ സൈൻ എക്സ്. ഓക്കെ, ഇനി നോക്കൂ, എക്സ് ടെൻസ് ടു 0, ഈ എക്സും 0 ആണ്, സൈൻ എക്സും 0 ആണ്. ഇത് 1 റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് വരിക അല്ലേ. 1 റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ, 1 റേസ് ടു ഇൻഫിനിറ്റി ഫോർമാറ്റ്. രണ്ടാമത്തെ കേസാണ് 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഓൾ റേസ് ടു 1 ബൈ ജി ഓഫ് എക്സ്. ആ ഒരു ഫോർമാറ്റിലാണ് ഇതിന്റെ ആൻസർ വരിക. മീൻസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ് നമ്മൾ എഴുതേണ്ടത്? ഇ റേസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നാണ് എഴുതേണ്ടത് അല്ലേ. എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഇ റേസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ് അല്ലേ. ഇങ്ങനെയാണ് എഴുതുന്നത്. ഇത് എക്സ് സൈൻ എക്സ് ബൈ എക്സ് ആണ് നമ്മൾ 1 എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0 ബൈ 0 ഫോം വരും. എൽ ഹോസ്പിറ്റൽസ് റൂൾ ഉപയോഗിച്ചോളൂ. എന്ത് വരും? ഇ റേസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, മുകളിലെ എക്സിന്റെ ഡെറിവേറ്റീവ് 1, താഴെ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇനി ലിമിറ്റ് കൊടുത്താൽ ഇ റേസ് ടു 1 ബൈ കോസ് 0 1 ആണ് കിട്ടുക. ദർഫോർ ഇ എന്ന ആൻസർ വരും അല്ലേ. ഇ എന്ന ആൻസർ വരും. ഓപ്ഷൻ ബി ആണ് നമുക്ക് എഴുതാൻ പറ്റുക. ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് നേരിട്ട് പറയാൻ പറ്റണം. ഇതിനെ മോഡിഫൈ ചെയ്തിട്ട് ഇ റേസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഇതിനെ എന്ത് എഴുതാൻ പറ്റണം? 1 ബൈ സൈൻ എക്സ് ബൈ എക്സ് എന്ന് എഴുതാൻ പറ്റണം അല്ലേ. ഈ എക്സിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരണം, സൈൻ എക്സിന്റെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 ബൈ 1 കിട്ടും. ഈ തന്നെ ആൻസർ വരും. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നോക്കുക, ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. സംഭവം ഈസിയാണ്, പക്ഷെ ഒന്ന് നമ്മൾ ശ്രമിക്കണം എന്ന് മാത്രം. ഓക്കെ, എട്ടാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒൻപതാമത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് റേസ് ടു എക്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. എക്സ് റേസ് ടു എക്സ് ഇതൊരു സ്പെഷ്യൽ കാറ്റഗറി ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. 0 റേസ് ടു 0 എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരിക അല്ലെ. എക്സിന് ഡയറക്റ്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 റേസ് ടു 0 എന്ന് പറഞ്ഞ ഫോർമാറ്റ്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എക്സ്പോണൻഷ്യൽ എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഞാനൊരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിനെ y എന്ന് വിളിക്കാം. y ആണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് റേസ് ടു എക്സ് എന്ന് വിചാരിക്കും. രണ്ട് സൈഡിലും ലോഗ് എടുക്കുക. രണ്ട് സൈഡിലും ലോഗ് എടുക്കുക. log y ഈക്വൽ ടു ലോഗ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് റേസ് ടു എക്സ്. ഓക്കെ, ദെൻ ഈ ലോഗ് ലിമിറ്റിന്റെ അകത്തേക്ക് കൊണ്ടുപോകാം. ലിമിറ്റ് നമുക്ക് പുറത്തേക്ക് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് എക്സ് റേസ് ടു എക്സ്. ഓക്കെ, ഇങ്ങനെ എക്സ് 0 റേസ് ടു 0 ഫോർമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു മെത്തേഡിലും നിങ്ങൾക്ക് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് മെത്തേഡ്സ് പറയുന്നത് കേട്ടോ. ഒരേ മെത്തേഡിൽ തന്നെ എല്ലാം പഠിച്ചാൽ ചിലപ്പോൾ ആ മെത്തേഡ് തന്നെ എപ്പോഴും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. അതുകൊണ്ടാണ് ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഇവിടെ എന്ത് വരും? ലോഗരിതത്തിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, എക്സ് ഇൻറ്റു ലോഗ് എക്സ് അല്ലെ. എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് നമുക്ക് എഴുതാം. ശരിയല്ലേ? ഓക്കെ, ഇവിടെ ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? എക്സിന് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ 0 ഇൻറ്റു 0 എന്ന് വരും അല്ലെ. ലോഗ് 0 എന്തോ ആവട്ടെ, നമുക്ക് ഇത് 0 ഇൻറ്റു ആണ്. അപ്പോൾ ഇത് ഒബിയസ്ലി എന്താണ് കിട്ടുക? നമുക്ക് 0 എന്നാണ് കിട്ടുക അല്ലെ. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ചാടി കയറി 0 എന്ന് എഴുതരുത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ലോഗ് y ആണ് 0 എന്ന് കിട്ടിയിട്ടുള്ളത്. ലോഗ് y ആണ് 0 എന്ന് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യണം? y കണ്ടുപിടിക്കണം. y കണ്ടുപിടിക്കാൻ രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ എടുക്കാം. ഇ റേസ് ടു ലോഗ് y ഈക്വൽ ടു ഇ റേസ് ടു 0. ഇ റേസ് ടു ലോഗ് y, ഇയും ലോഗും ഓപ്പോസിറ്റ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകും. ഇവിടെ y നമുക്ക് എഴുതാം. ഇ റേസ് ടു 0 ഇസ് 1. ഇ റേസ് ടു 0 എന്ത് വരും? 1 എന്ന് വരും. ഇങ്ങനെയും ഒരു മെത്തേഡ് ഉണ്ട്. ഈ ഒരു മെത്തേഡും നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ, ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ്, 1 ആണ്. ഒൻപതാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
Question number 10. Limit x tends to 0, cos x plus sin x whole raised to 1 by x. Cos x plus sin x whole raised to 1 by x. ഇവിടെ ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്ത് നോക്കാം നമുക്ക്. ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ cos 0 1 എന്ന് കിട്ടും, പ്ലസ് sin 0 0 എന്ന് കിട്ടും, ആൻഡ് 1 by 0 എന്ന് വെച്ചാൽ 1 raised to infinity ഫോർമാറ്റ് അല്ലേ, 1 raised to infinity ഫോർമാറ്റ് ആണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക ഇവിടെ? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ലിമിറ്റ് x ടെൻസ് ടു 0, cos x സോറി e raised to, ഓക്കെ ഇങ്ങനെ എഴുതാം, all raised to 1 by x is equal to e raised to limit x tends to 0, cos x plus sin x, f of x minus 1 എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോർമുല ഉണ്ടല്ലോ, അതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, ഇൻറ്റു 1 by x എന്ന് വെച്ചാൽ e raised to limit x tends to 0, cos x plus sin x minus 1 by x. ലിമിറ്റ് കൊടുത്തു നോക്കൂ, ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാം cos 0 1 ആണ്, sin 0 0 എന്ന് കിട്ടും, മൈനസ് 1 by 0, അതായത് 0 by 0 ഫോം വരും അല്ലേ ഇവിടെ. അപ്പോൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ യൂസ് ചെയ്യും. e raised to limit x tends to 0, cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x പ്ലസ് sin x ന്റെ ഡെറിവേറ്റീവ് cos x ഡിവൈഡഡ് ബൈ x ന്റെ ഡെറിവേറ്റീവ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു e raised to ലിമിറ്റ് കൊടുത്താൽ sin 0 0 വരും, cos 0 1 എന്ന് വരും, e raised to 1. ആൻസർ വരുന്നത് e എന്നായിരിക്കും. ഓപ്ഷൻ എ ആണ് again ആൻസർ വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 10 ക്വസ്റ്റ്യൻസ് അപ്പോൾ നമ്മൾ ലിമിറ്റിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂറ്റിയിൽ നിന്നും ചെയ്യാം. എന്താണ് കണ്ടിന്യൂറ്റി എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലിമിറ്റ് x ടെൻസ് ടു 0, x ടെൻസ് ടു ഇൻഫിനിറ്റി, x raised to 1 by x. ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി, x raised to 1 by x എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് എന്തായിരിക്കും? ആൻസർ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇറ്റ് ഈസ് 1. ആൻസർ വരുന്നത് 1 ആണ്. എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇവിടെ ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി, x raised to 1 by x-നെ നമ്മൾ എന്ത് എഴുതും? e raised to ലിമിറ്റ് x tends to infinity log x raised to 1 by x എന്ന് എഴുതും. That is e raised to limit x tends to infinity 1 by x into log x. അത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ്. e raised to ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ലിമിറ്റ് x tends to 0 1 by x by 1 വരും, ആൻഡ് x tends to infinity ആണ്, e raised to 1 by infinity 0 എന്ന് വരും, ഇറ്റ് ഇസ് 1. അങ്ങനെയാണ് 1 വരുന്നത്. നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിൻ്റെ ആൻസർ വരുന്നത് 1 ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 11 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു ടോട്ടൽ. ഇനി നമുക്ക് കണ്ടിന്യൂറ്റി എന്താണെന്നുള്ളത് നോക്കാം. 2 ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്, അത് നമുക്ക് നോക്കാം. കണ്ടിന്യൂസ് ഫങ്ഷൻസ്. എന്താണ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ? കണ്ടിന്യൂസ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് ഇൻ എ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? എഫ് ഓഫ് എ ആയിരിക്കണം. അതായത് നമ്മുടെ ഡൊമൈൻ്റെ അകത്ത് ഫംഗ്ഷൻ പെന്ന് ലിഫ്റ്റ് ചെയ്യാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുക. ഇവിടെ ഡൊമൈൻ ഉണ്ടാവും. ഡൊമൈനിലെ ഓരോ പോയിന്റിലും ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? എഫ് ഓഫ് എ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാവും. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, എക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എയുടെ ലിമിറ്റ്, എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് എന്ത് തന്നെ ആയിരിക്കണം? എഫ് ഓഫ് എ തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയും. ഇത് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡെഫിനിഷനും കൂടെ നിങ്ങളോട് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു a minus f of x is equal to limit x tends to a plus f of x. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ ലിമിറ്റ് ഉണ്ടെന്ന് പറയുക അല്ലെ.
ഇതുണ്ടെങ്കിൽ എഫ് ഓഫ് എയും കൂടെ ഇതിനോട് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയും. എക്സ് ഈക്വൽ ടു എയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോമുലയാണ് നിങ്ങൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ കേസിൽ പഠിച്ചു വെക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇവിടെ കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഒരു മിസ്സിംഗ് കോൺസ്റ്റന്റ് ഉണ്ട്, അത് കണ്ടുപിടിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്ത് കൂടുതലും ചോദിക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഒരു കോൺസ്റ്റന്റ് മിസ്സായി പോയിട്ടുണ്ട്, ആ മിസ്സിംഗ് കോൺസ്റ്റന്റ് നിങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് കൂടുതലും വരിക. 11 ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ ചെയ്ത, 12ാമത്തെ ക്വസ്റ്റ്യൻ ഇത് നമ്മൾ നേരത്തെ എഴുതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. ഓക്കെ, ഓൾറെഡി നമ്മൾ എഴുതിയതാണ്. ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം നമുക്ക്. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലെ. നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ രണ്ട് വാല്യൂസ് ഉണ്ട്. എക്സ് പ്ലസ് 1 if x is less than or equal to 1, 3 minus ax square if x is greater than 1 is continuous at x equal to 1. ഈ ഫംഗ്ഷൻ എന്താണ്? x equal to 1 ൽ കണ്ടിന്യൂസ് ആണ്. then the value of a, അങ്ങനെയാണെങ്കിൽ a യുടെ വാല്യൂ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഫംഗ്ഷൻ x equal to a ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ലിമിറ്റ് x tends to 1, x tends to 1, x equal to a 1 ലാണ് കണ്ടിന്യൂസ് ആവുന്നത്. x tends to 1 minus f of x എന്ന് പറയുന്നതും ലിമിറ്റ് x tends to 1 plus f of x എന്ന് പറയുന്നതും f of 1 എന്ന് പറയുന്നതും എന്താണ്? ഈക്വൽ ആണ്. സിൻസ് ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ലിമിറ്റ് x tends to 1 minus എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1. ലെസ് ദാൻ 1 ൽ എന്താ ഫംഗ്ഷൻ? x plus 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x tends to 1 plus എന്ന് പറഞ്ഞാൽ എന്താ ഫംഗ്ഷൻ? ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 ൽ 3 minus ax സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1 ആവുന്ന പോയിന്റ് ഏതാണെന്ന് നോക്കുക. അതിനകത്ത് നിങ്ങൾ എക്സിന് പകരം 1 കൊടുത്ത് എഴുതുക. ദാറ്റ് ഈസ് 1 plus 1, 2 എന്ന് വരും. ഇവിടെയും ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് 2 തന്നെ കിട്ടുക. ഏതെങ്കിലും ഒരു സൈഡ് എടുത്താൽ മതി. നമുക്ക് ഈ സൈഡ് എടുക്കാം. ലിമിറ്റ് കൊടുത്ത് നോക്കൂ. എക്സിന് 3 minus a into 1 square is equal to 2. അതായത് എന്ത് കിട്ടുന്നു? കൂടെ 3 minus a equal to 2 എന്ന് കിട്ടും. ഇതിനെ ഇപ്പുറത്തേക്ക് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. 3 minus 2 equal to a. എയുടെ വാല്യൂ എന്തോന്ന് വന്നു? 1 എന്ന് വന്നു. വാല്യൂ ഓഫ് a is 1. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ അല്ലേ? 12ാമത്തെ ചോദ്യം. കണ്ടിന്യൂറ്റിയിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ? ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അതൊന്നും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കില്ലല്ലോ. ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x plus tan square x by x is continuous at x equal to 0. Then f of 0 is. ഈ ഫംഗ്ഷൻ x equal to 0 ൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 0 എന്താണ് എന്നാണ് ചോദ്യം. എങ്ങനെയാണ് നമുക്ക് എഫ് ഓഫ് 0 എഴുതാൻ പറ്റുക? കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം? എഫ് ഓഫ് 0 ആണെന്ന് എഴുതാം അല്ലെ? ആ എഫ് ഓഫ് 0 ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത്. നോക്കൂ, എഫ് ഓഫ് 0 is equal to ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. എന്താ എഫ് ഓഫ് എക്സ്? 3x plus tan square x divided by x അല്ലെ? ഡയറക്റ്റ് ആയിട്ട് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 0 plus 0 by 0, 0 by 0 ഫോം വരും. അത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ എൽ ഹോസ്പിറ്റൽസ് റൂൾ ഉപയോഗിക്കണം. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മുകളിലും താഴെയും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 3 plus tan square xന്റെ ഡെറിവേറ്റീവ് 2 tan x into sec square x അല്ലെ? 2 tan x into sec square x divided by 1. എക്സിന് 0 കൊടുത്താൽ tan 0 0 ആയി പോകും. ഫൈനലി ഇതിന് ആൻസർ എന്ത് വരും? 3 by 1, 3 എന്ന് കിട്ടും അല്ലെ? ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, 13ാമത്തെ ചോദ്യം. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 14. f of x equal to 1 minus cos x by x if x not equal to 0 and k if x equal to 0 is continuous at x equal to 0. Then the value of k. k ന്റെ വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം. എന്തായിരുന്നു? കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0,
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സീറോ എന്ന് എഴുതാം അല്ലെ. കാരണം ഇവിടെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഇല്ല, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. കാരണം ലെസ് ദാൻ സീറോ ഗ്രേറ്റർ ദാൻ സീറോ അല്ല, ഈക്വൽ ടു സീറോ നോട്ട് ഈക്വൽ ടു സീറോ ആണ്. അപ്പോഴും നമ്മൾ ഈ ഒരു കണ്ടീഷൻ തന്നെയാണ് ഇവിടെ എഴുതുന്നത് അല്ലെ. നോക്കാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ, എന്താണ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ വരുന്നത്? 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സീറോ ആണ് അല്ലെ. എഫ് ഓഫ് സീറോയുടെ വാല്യൂ എന്താ? കെ ആണ്. ഇതിന്റെ ലിമിറ്റ് എന്താണെന്ന് നമുക്കറിയാം, സീറോ ആണെന്ന് അറിയാം അല്ലെ. സീറോ ഈക്വൽ ടു കെ, കെയുടെ വാല്യൂ എന്ത് വരും? സീറോ എന്ന് വരും. ഇതിന്റെ ലിമിറ്റ് സീറോ ആണെന്ന് അറിയാമെങ്കിൽ ചെയ്യാം, അതല്ല ഇനി പറയില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്താൽ 1 മൈനസ് കോസ് സീറോ 1 ആണ്, ഡിവൈഡ് ബൈ സീറോ, സീറോ ബൈ സീറോ ഫോർമാറ്റിൽ വരും. ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. സൈൻ എക്സ് അല്ലെ, മൈനസ് മൈനസ് സൈൻ എക്സ് ബൈ 1 വരും. എക്സിന് സീറോ കൊടുത്തു കഴിഞ്ഞാൽ സീറോ ആണ് വരിക. ഓക്കെ, അപ്പോൾ കെയുടെ വാല്യൂ സീറോ എന്ന് തന്നെ നമുക്കിവിടെ കിട്ടും. ഓക്കെ, 14ാമത്തെ ചോദ്യം. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 സൈൻ പൈ എക്സ് ബൈ 5x, x not equal to 0 and 2k if x equal to 0 is continuous at x equal to 0, then the value of k is, k ന്റെ വാല്യൂ എന്താണ്? നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്ന് എഴുതാം. ദാറ്റ് ഇസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 3 സൈൻ പൈ എക്സ് ബൈ 5x is equal to 2k എന്ന് എഴുതാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്താൽ സൈൻ 0, ഇവിടെ 0 ഉണ്ട്, 0 ബൈ 0 ഫോം വരും. ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എലോസ്പീസ് റൂൾ ഉപയോഗിക്കുക. 3/5 കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തേക്ക് എടുത്തോളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ പൈ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് പൈ എക്സ് ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2k. ദാറ്റ് ഈസ് 3/5. ഇനി ഇവിടെ ഡയറക്റ്റ് എക്സിന് 0 കൊടുത്താൽ കോസ് 0 1 ആണ് വരിക, അപ്പോൾ ഇവിടെ പൈ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ദിസ് ഇസ് ഈക്വൽ ടു 2k. കെയുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഈ 2നെ അങ്ങോട്ട് കൊണ്ടുവരാം. 3π/2 ഇൻറ്റു 5 10. അപ്പോൾ 3π/10 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. 3π/10 ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? ഇതാണ് 15ാമത്തെ ചോദ്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16. If f of x equal to kx square if x less than or equal to 2, 3 if x greater than 2 is continuous at x equal to 2. ഇത് x equal to 2 ല് കണ്ടിന്യൂസ് ആണ്. x equal to 2 ല് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയെങ്കിൽ കെയുടെ വാല്യൂ യൂഷ്വൽ ആണ് അല്ലെ. ഇവിടെ പക്ഷെ ലെസ് ദാൻ 2 ഗ്രേറ്റർ ദാൻ 2 ആണുള്ളത്. നിങ്ങൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 2. ഇങ്ങനെ എഴുതിയിട്ട് വേണം ചെയ്യാൻ. ദാറ്റ് ഈസ് എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 2, ലെസ് ദാൻ 2 ഫംഗ്ഷൻ കെ എക്സ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 2, ഫംഗ്ഷന്റെ വാല്യൂ 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിന് 2 കൊടുത്താണ് നമ്മൾ എഴുതേണ്ടത്. ദാറ്റ് ഈസ് 4k എന്ന് വരും. ഇത് രണ്ടും കൊടുത്താൽ മതി. എന്താ കിട്ടുക ആൻസർ? 3 ഈക്വൽ ടു 4k. therefore k ഈക്വൽ ടു 3/4. കെയുടെ വാല്യൂ 3/4 എന്ന് നമുക്ക് ഓപ്ഷൻ ബി ആണ് എന്ന് എഴുതാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. 17ാമത്തെ ചോദ്യമാണിത്. Find the relationship between a and b so that the function defined by f of x equal to ax plus b if x less than or equal to 3, bx plus 3 if x greater than 3 is continuous at x equal to 3. x equal to 3 ല് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ്, that is equal to limit x tends to 3 plus f of x, that is equal to f of 3 എന്ന് എഴുതാം അല്ലേ. നോക്കാം, ഇവിടെ ഇത് രണ്ടും എടുത്താൽ മതിയാവും. നോക്കൂ, എന്താണ് കിട്ടുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 3, എന്താ ഫംഗ്ഷൻ എ എക്സ് പ്ലസ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ്
3 പ്ലസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 3 ഫംഗ്ഷൻ ബി എക്സ് പ്ലസ് 3 ആണ് അല്ലേ. ഇനി എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഇതിൽ 3 കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തിട്ട് 3 എടുക്കാം, അതായിരിക്കും നല്ലത്. 3a എക്സിന് പകരം 3 ആ കൊടുക്കുന്നത് 3a പ്ലസ് 1 ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സിന് പകരം 3 ആ കൊടുക്കുന്നത് 3b പ്ലസ് 3 അല്ലേ. എന്താ എഴുതാൻ പറ്റും നോക്കുക. ഇതിനെ എങ്ങനെ കൊണ്ടുവന്നാൽ 3a മൈനസ് 3b ഈക്വൽ ടു ഈ 1 അപ്പുറത്തേക്ക് കൊണ്ട് 3 മൈനസ് 1 2 അല്ലേ. അപ്പോൾ a മൈനസ് b ഈക്വൽ ടു 2/3 എന്ന് എഴുതാം. a മൈനസ് ബി ഇസ് 2/3. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ്, ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി. 17 ക്വസ്റ്റ്യൻസ് നമ്മൾ ലിമിറ്റ്